ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായ ഒരു റെസിപ്പിയാണ് അവിൽ മിൽക്ക് ഷേക്ക്. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് അവിലിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്. നെയ്യില്ലെങ്കിൽ അവിൽ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പം നമ്മുടെ അവിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് പാല് തിളപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്. നമ്മൾ ഷേക്ക് കുടിക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടണം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 പാളയംകുടം പഴം ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തവിയും ഫോർക്കും കൂടെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരഞ്ഞു പോവും. പഴം നന്നായിട്ട് അരയണ്ട. അതുകൊണ്ടാണ് നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ തണുപ്പിക്കാൻ വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പഴവും പാലും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ച അവിലിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയും കുറച്ച് അവിലിട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഷേക്ക് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തും കുറച്ച് അവിലും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടി അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവിൽ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.